ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ ലോട്ടറി സാധാരണക്കാരായ വിൽപ്പനക്കാർക്ക്, ചെറുകിട കച്ചവടക്കാർക്ക്, ജനങ്ങൾക്ക്, രോഗികൾക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു നല്ല പദ്ധതിയായി കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോയി എന്നൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ധനകാര്യമന്ത്രി തോമസ് ഐസക് ധനകാര്യമന്ത്രിയായി മാറി. അദ്ദേഹം അതിന് വിപ്ലവകരമായ മാറ്റം എന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ, ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ, GST എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് 18% നിൽക്കുന്ന കേരളത്തിലെ ലോട്ടറിയുടെ GSTയെ 26 എത്തിച്ചപ്പോൾ ഖജനാവിലേക്ക് പണം കൂട്ടാനുള്ള സൗകര്യമായി ഇതിനെ കണ്ടു. പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരുടെയും ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ആനുകൂല്യങ്ങളെക്കുറിച്ച്, സൗകര്യങ്ങളെക്കുറിച്ച് ലോട്ടറിയുടെ ക്ഷേമനിധിയുടെ ബോർഡ് ചെയർമാന്മാരും ലോട്ടറിയുടെ അംഗങ്ങളും ലോഡ് ചെയർമാന്മാരും ഉദ്യോഗസ്ഥന്മാരും മറന്നുപോയി എന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ LDFന്റെ കാലത്ത് തൊഴിലാളികളുടെ വിൽപ്പനയ്ക്കുള്ള കമ്മീഷൻ കുറഞ്ഞു, സമ്മാനങ്ങളുടെ എണ്ണം കുറഞ്ഞു, ആനുകൂല്യങ്ങൾ കുറഞ്ഞു, ക്ഷേമനിധിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ നിരാശയുടെ ഒരു പടുകൂറ്റൻ തകർച്ചയിലേക്ക് കേരളത്തിലെ ലോട്ടറി സംവിധാനം തകർന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 8 വർഷക്കാലത്തെ 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തിനകത്ത് കേരള ലോട്ടറിയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2023 മാർച്ച് മാസം 5-ാം തീയതി